ബംഗളൂരുവിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ അനന്ത സുബ്രഹ്മണ്യമായിട്ടൊക്കെ ഫോൺ വഴിയും മറ്റുമൊക്കെ ദേവസ്വം വിജിലൻസ് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ അനന്ത സുബ്രഹ്മണ്യവും ഇത് തന്നുവിട്ടത് ചെമ്പുപാളി എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും അന്ന് ദേവസ്വം വിജിലൻസ് കടന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള സ്പോൺസർമാരെ കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അനന്ത സുബ്രഹ്മണ്യം അതേപോലെ തന്നെ രമേശ്, ഈ രണ്ടുപേരും കൂടെ അന്ന് 2019 സ്വർണം പൂശാൻ വേണ്ടി പോയ സമയത്ത് ഉണ്ടായിരുന്നു. മൊത്തം 15 ലക്ഷം രൂപയ്ക്ക് ഈ ജോലികൾ പൂർത്തിയാക്കി. അന്ന് സ്പോൺസർഷിപ്പിൽ ഇത്രയും രൂപ ചിലവായി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം വിജിലൻസ് ഇന്നലെ മൊഴി നൽകിയത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വേണ്ടത് ഈ പറയുന്ന സ്വർണ്ണപ്പാളി, ഈ 3 പേരും സ്പോൺസർ ചെയ്യുന്ന സമയത്ത് ഈ സ്വർണ്ണപ്പാളികളുമായിട്ട് മറ്റെവിടെയെങ്കിലും പോയി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഈ 3 പേരും കിട്ടിയിട്ടുണ്ടോ, അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ വെച്ചുകൊണ്ട് പലയിടത്തായിട്ട് പൂജകൾ നടത്തിയിരുന്നു. അവിടെ നിന്നൊക്കെ പണപ്പിരിവും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്ക് അറിയുന്നു. ശബരിമലയുടെ പേരും പറഞ്ഞ് മറ്റെവിടെയെങ്കിലും പോയി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഭൂമി കച്ചവടമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ. എന്തായാലും ഇന്നത്തെ അത്രയും നീണ്ടുപോയില്ല. പകരം 1 മണിക്കൂർ കുറച്ച് ഇന്ന് 3 മണിക്കൂർ മാത്രമായിരുന്നു ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ, ബാക്കി ഒരു മണിക്കൂറോളം അതിന്റെ പേപ്പർ നടപടികൾ മറ്റുമൊക്കെ ആയിരിക്കും നടന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ, അതായത് ഇന്നലത്തെ അത്രയും വിശാലമായിട്ടുള്ള ചോദ്യാവലി ആയിരിക്കുന്നില്ല ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ മുമ്പാകെ ഉണ്ടായിരുന്നത് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി വ്യക്തത വരുത്തേണ്ടത് മറ്റുള്ളവരിൽ നിന്നാണ്. ഈ സ്പോൺസർമാർ കഴിഞ്ഞാൽ പിന്നെ ഈ പീഠവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ആ പീഠ വിവാദത്തിൽ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള വാസുദേവൻ ആ വിവരം തന്നിൽ നിന്ന് മറച്ചുവെച്ചത് വൈകിയാണ് അറിയുന്നത്. വിവാദം ഉയർന്നു വന്ന സമയത്ത് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് വാസുദേവൻ പീഠം തന്റെ പക്കലുണ്ടെന്ന് പറയുകയും അത് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൈമാറുകയും ചെയ്തത്. വാസുദേവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു താൻ അത് മറച്ചുവെച്ചത്, ഈ പീഠം കാണാതെ പോയി എന്നുള്ള കാര്യം പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മുമ്പാകെ പറഞ്ഞപ്പം. അതുകൊണ്ട് തന്നെ ഈ സ്പോൺസർമാരെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാസുദേവനെ അടക്കം ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ഉദ്യോഗസ്ഥ തലത്തിലേക്കുള്ള ചോദ്യം ചെയ്യലും മറ്റുമൊക്കെ പോവുക.